ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അയിലക്കറിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ അയിലക്കറിയിൽ മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും മാങ്ങ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മീൻകറിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് മീൻകറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ മീൻകറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചുവന്നുള്ളിയാണ് അരിഞ്ഞു ചേർത്തത്. ചുവന്നുള്ളി തന്നെ എടുക്കണം. ഈ മീൻകറിക്ക് ചുവന്നുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് ചുവന്നുള്ളി തന്നെ എടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. ഇതുകൂടാതെ നമ്മുടെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ മാങ്ങയാണ് അതുകൊണ്ട് എടുത്തത്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ വലിയ മാങ്ങ എടുക്കാം. പിന്നെ നമ്മൾ ചേർത്തത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നല്ലൊരു കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കപ്പ് 2-ാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1-ാം പാൽ 1 കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. 2 കപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മീൻ വെന്തതിന് ശേഷമാണ് നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കണം. പിന്നെ മീൻ വെന്തതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ അയിലയാണ് എടുത്തത്. 3 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് മീൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ 1-ാം പാൽ ചേർക്കുന്നത്. തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചാറ് ഉണ്ടാവത്തില്ല, വറ്റിപ്പോകും. അതുകൊണ്ട് ചെറു തീയിലിട്ടിട്ട് മീൻ വേവിച്ചെടുക്കുക. നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മീൻ നന്നായി വെന്ത് ചാറൊക്കെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ചേർത്തത് 2-ാം പാലാണ്, 2 കപ്പ്. അപ്പോൾ അതിൽ കിടന്നാണ് മീൻ വെന്തത്. ഇനി നമ്മൾ 1-ാം പാൽ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് 1-ാം പാലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മുടെ ചട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടി ചുറ്റിച്ചിട്ട്, അല്ലാതെ ചട്ടിയിലിട്ട് കയ്യിലിട്ട് ഇളക്കരുത്. നമ്മുടെ മീൻ നന്നായിട്ട് വെന്തതുകൊണ്ട് ചട്ടിയിൽ നമ്മൾ കയ്യിലിട്ട് ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇതിന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഓയിലാവുമ്പോൾ മീൻകറിക്ക് വെളിച്ചെണ്ണ ചേർക്കുന്ന അത്രയൊരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ഒരു 6 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. നമ്മളിപ്പോൾ മീൻകറി വെക്കുമ്പോൾ, അതിപ്പോൾ ഈ മീൻകറി എന്നല്ല, ഏത് മീൻകറി വെക്കുമ്പോഴായാലും നമ്മൾ ചുവന്നുള്ളി മൂപ്പിച്ചിടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് പെട്ടെന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് അതൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഇതിലേക്കാണ് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ മീൻകറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള മീൻകറി റെഡിയാക്കി എടുക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.